ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ സാധ്യതയും കരുത്തുമായി മാറാനൊരുങ്ങുകയാണ് ഉത്തർപ്രദേശ്. പ്രതിരോധ വ്യവസായങ്ങളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും പരീക്ഷണശാലകളുടെയും ആസ്ഥാനമായി മാറുന്ന പ്രതിരോധ ഇടനാഴിയാണ് ഉത്തർപ്രദേശിനെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ സാധ്യതയും കരുത്തുമായി മാറ്റുന്നത്. ഉത്തർപ്രദേശിലെ 6 നഗരങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പ്രതിരോധ ഇടനാഴി രൂപം കൊള്ളുന്നത്. ആഗ്ര, അലിഗഡ്, ചിത്രകൂട്, ഝാൻസി, കാൺപൂർ, ലക്നൗ എന്നീ 6 നഗരങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം സാധൂകരിക്കുന്നത്. എന്താണ് ഈ പ്രതിരോധ ഇടനാഴി? ഈ പ്രതിരോധ ഇടനാഴിയുടെ കീഴിൽ വരുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയൊക്കെയാണ് ഈ 6 നഗരങ്ങളെ ഈ പ്രതിരോധ ഇടനാഴി വഴി വികസനത്തിലേക്ക് നയിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യങ്ങൾ? 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രതിരോധ ഇടനാഴി എന്ന ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. പ്രതിരോധ വ്യവസായങ്ങൾക്കായി നിക്ഷേപം ആകർഷിക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പുതിയ കണ്ടെത്തലുകൾ നടത്താനും ഇതുവഴി സാധിക്കും. ഇതിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഈ പ്രതിരോധ ഇടനാഴിയുടെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ പ്രതിരോധ മേഖലകളിലെ വിദേശ ഇറക്കുമതിയെ ഇന്ത്യ ആശ്രയിക്കുന്നത് തടയാനും ഈ പദ്ധതി മുഖാന്തരം ലക്ഷ്യമിട്ടിട്ടുണ്ട്. തദ്ദേശീയമായി തന്നെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും സ്വാശ്രയത്വം വളർത്തുന്നതിനും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഗവൺമെന്റ് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്. ചിത്രകൂടിലെ കാർവി സബ് ഡിവിഷനിൽ 15,000-ലധികം പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് പ്രദേശത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിനെയും സഹായിക്കും. പ്രതിരോധ ഇടനാഴിയിലെ സ്ഥാപനങ്ങൾ പൊതു സ്വകാര്യ മേഖലകളിൽ നിന്നുള്ള നിക്ഷേപം ആകർഷിക്കുമെന്നാണ് കരുതുന്നത്. 2021 ജൂലൈയിലെ കണക്കുകൾ പ്രകാരം ആകെ 1236.10 കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതിരോധ ഇടനാഴിക്കായി വേണ്ടത്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെ വികസനത്തിന് ഈ നിക്ഷേപവും സഹായിക്കും. 1077 ഹെക്ടറിലധികം വ്യാപിച്ചു കിടക്കുന്ന പദ്ധതിയുടെ ഝാൻസി നോഡിനു ഫെബ്രുവരിയിൽ അനുമതി ലഭിച്ചിരുന്നു. സ്ഫോടക വസ്തുക്കൾ, യുദ്ധ ടാങ്കുകൾ, പ്രത്യേക കവചിത വാഹനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ആളില്ല ഏരിയൽ സംവിധാനം, ഡ്രോണുകൾ, കൊറിയർ ഡ്രോണുകൾ, സൈനിക വാഹനങ്ങൾ, മോർട്ടാറുകൾ, വിവിധ ലോഹ ഘടകങ്ങൾ, റോബോട്ടിക്സ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മിസൈലുകൾ, ഉപഗ്രഹ ഘടകങ്ങൾ തുടങ്ങിയവയാണ് ഝാൻസിയിലെയും ചിത്രകൂടിലെയും ഈ പ്രതിരോധ ഇടനാഴി പദ്ധതിക്ക് കീഴിൽ വരുന്ന വ്യവസായങ്ങൾ. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ പ്രമുഖ കമ്പനികൾ ഈ പ്രതിരോധ ഇടനാഴിയിൽ നിക്ഷേപം നടത്തും. അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് (HAL), ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ബ്രഹ്മോസ് എയറോസ്പേസ്, MKU, PTC, ഭാരത് ഫോർജ്, ഡെൽറ്റ കോംബാറ്റ് സിസ്റ്റംസ് ലിമിറ്റഡ്, വെരിഫിൻ ഡിഫൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അലൻ ആൻഡ് അൽവാൻ, നിത്യ ക്രിയേഷൻസ്, ഡീപ് എക്സ്പ്ലോർ, അഡ്വാൻസ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി, PBM ഇൻസുലേഷൻ, ശ്രീത ഉദ്യോഗ് എന്നിങ്ങനെയുള്ള പൊതു സ്വകാര്യ മേഖലകളിലെ കമ്പനികൾ പ്രതിരോധ ഇടനാഴിയുമായി സഹകരിക്കും. ഇങ്ങനെ ഈ പൊതു സ്വകാര്യ മേഖലകളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇന്ത്യയിൽ വ്യവസായം നടത്താനാണ് ഈ പദ്ധതി മുഖാന്തരം ലക്ഷ്യമിടുന്നത്. ഇത് മുഖാന്തരം ധാരാളം ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ഇന്ത്യ വികസനത്തിന്റെ പാതയിലേക്ക് കുതിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ പദ്ധതിക്ക് കീഴിൽ വരുന്ന ഈ 6 നഗരങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ 6 നഗരങ്ങളിലെയും തന്ത്രപ്രധാനമായ മേഖലകളിലെ വിഷയം കണക്കിലെടുത്താണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ 6 നഗരങ്ങളിൽ ഒരു നഗരമായ ആഗ്ര, തുകൽ വ്യവസായത്തിന് പ്രസിദ്ധമായ നഗരമാണ് ആഗ്ര. പ്രതിരോധ വ്യവസായവുമായി ബന്ധപ്പെട്ട തുണി, ടെന്റ്, പാരച്യൂട്ട്, പാദരക്ഷകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ആഗ്രയ്ക്ക് സഹായിക്കാൻ സാധിക്കും. മാത്രമല്ല ആഗ്രയിൽ എയർഫോഴ്സ് സ്റ്റേഷനും സൈനിക ക്യാമ്പും ഉണ്ട്. അതുപോലെ തന്നെ പൂട്ട് നിർമ്മിക്കുന്നതിന് പ്രസിദ്ധമാണ് അലിഗഡ്. പ്രതിരോധ രംഗത്തെ സുരക്ഷാ സംവിധാനങ്ങളും സെൻസറുകളും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ യോജിച്ച സ്ഥലമാണ് അലിഗഡ്. എഞ്ചിനീയറിംഗ് കോളേജും സാങ്കേതിക സർവകലാശാലയും അലിഗഡിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഈ 6 നഗരങ്ങളിലെ 3ാമത്തെ നഗരമായ ചിത്രകൂട്, ആത്മീയ കേന്ദ്രമായി അറിയപ്പെടുന്ന ചിത്രകൂടിന്റെ ആയുർവേദ മരുന്ന് നിർമ്മാണ രംഗത്തെയും ഭക്ഷ്യ സംസ്കരണ രംഗത്തെയും മികവാണ് പ്രതിരോധ ഇടനാഴിയിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് കാരണമായത്. അതുപോലെ തന്നെ സൗരോർജ പ്ലാന്റും റെയിൽവേ സ്റ്റേഷനും ചിത്രകൂടിലുണ്ട്. വെടിമരുന്നിന്റെയും പടക്കോപ്പുകളുടെയും സ്ഫോടക വസ്തുക്കളുടെയും നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള നാടാണ് ഝാൻസി. കരസേനയുടെ വർക്ക് ഷോപ്പുള്ള ഝാൻസി ഒരു സുപ്രധാന റെയിൽവേ ജംഗ്ഷൻ കൂടിയാണ്. അടുത്ത നഗരമായ കാൺപൂർ എയറോസ്പേസ്, എഞ്ചിനീയറിംഗ്, ടെക്സ്റ്റൈൽസ് എന്നീ രംഗങ്ങളിൽ മികവുറ്റ നഗരമാണ് കാൺപൂർ. എയർഫോഴ്സ് സ്റ്റേഷനും പ്രതിരോധ ഗവേഷണ ലബോറട്ടറിയും IIT-യും ഒക്കെ കാൺപൂരിന്റെ തെരഞ്ഞെടുപ്പിന് പ്രധാന കാരണമായി മാറി. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൗ. മിസൈൽ, റഡാർ, ഇലക്ട്രോണിക്സ് എന്നീ മേഖലയിൽ മികവുറ്റ നഗരം. വ്യോമസേന സ്റ്റേഷൻ, പ്രതിരോധ ഉൽപാദന യൂണിറ്റ്, DRDO എന്നിവയുടെ സാന്നിധ്യവും
ലക്നൌവിനെ പ്രതിരോധ ഇടനാഴിയിലെ പ്രധാന ഭാഗമാക്കി. അതായത് സ്ഥല ലഭ്യത, അടിസ്ഥാന സൗകര്യങ്ങൾ, മികവുറ്റ ജോലിക്കാർ, വ്യവസായങ്ങളുടെ സാന്നിധ്യം, പ്രതിരോധ സ്ഥാപനങ്ങൾ, വിപണി, തന്ത്രപ്രധാന സ്ഥാനം എന്നിങ്ങനെ നിരവധി വിഷയങ്ങൾ കണക്കിലെടുത്താണ് പ്രതിരോധ ഇടനാഴിയിലെ ഈ സ്ഥലങ്ങളെ തിരഞ്ഞെടുത്തത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തിനും ഉത്തർപ്രദേശിന്റെ വികസനത്തിന് സഹായിക്കുന്ന പദ്ധതിയായിട്ടാണ് ഈ പ്രതിരോധ ഇടനാഴിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.